പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിക്കായി ബ്ലൂ കോർണർ നോട്ടീസ് കൊടുത്തു. CBI മുഖേനയാണ് കേരള പോലീസ് ഇന്റർപോളിന് കത്തയച്ചത്. ജർമ്മനി, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവരങ്ങൾക്കായിട്ടാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഇന്റർപോളിന് അങ്ങനെയാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ദീപക് തർമ്മടം ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ദീപക് തർമ്മടം, പറയൂ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ SKN. ഈ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ P. ഗോപാലിന് എതിരെ കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. പ്രത്യേകിച്ചും പുതിയ പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ ഭാഗമായാണ് ബ്ലൂ കോർണർ നോട്ടീസിന് വേണ്ടിയുള്ള കത്ത് കേരള പോലീസ് CBI മുഖേന നൽകിയിരിക്കുന്നത്. അതായത് ജർമ്മനിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയത്. അതായത് പോലീസിനെ വെട്ടിച്ച് അദ്ദേഹം ജർമ്മനിയിലേക്ക് മുങ്ങി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള അയാളുടെ വിവരങ്ങൾ ലഭിക്കണം. ഒപ്പം തന്നെ അദ്ദേഹം പോയ പാത സിംഗപ്പൂർ വഴിയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മുഴുവൻ വിവരങ്ങളും ലഭ്യമാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ബ്ലൂ കോർണർ നോട്ടീസ്. സാധാരണ ഇന്റർപോൾ നോട്ടീസിലെ 3ാം കാറ്റഗറിയിൽ പെടുന്നതാണ് ബ്ലൂ കോർണർ നോട്ടീസ്. ബ്ലൂ കോർണർ നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ ഈ ആൾ ഏത് രാജ്യത്തൊക്കെ ഉണ്ടെങ്കിലും ആ രാജ്യത്തു നിന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമാക്കും. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടിയിലേക്ക് കിടക്കും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കേരള പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം SKN, ഈ കേസിൽ കൂടുതൽ പ്രതികളെ ഫിക്സ് ചെയ്യാനുള്ള നടപടിയിലേക്കും പോലീസ് കടന്നിരിക്കുന്നു. ഏതായാലും ശക്തമായ നടപടിയിലേക്കാണ് ഇപ്പോൾ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസ് കടന്നിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം.